ആംബുലൻസിൽ കിടത്തിക്കൊണ്ട് വന്ന ഒരു അമ്മയാണ് ഈ ബെൽറ്റ് ഇട്ടാ കൊണ്ടുവന്നത്. ബെൽറ്റ് ഇട്ട് എന്ത് ചെയ്തമ്മേ? ബെൽറ്റ് ഊരി കളഞ്ഞു. അപ്പൊ തന്നെ ഊരി. എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ എന്തോ എന്നെ എടുത്തു മാറ്റിയ പോലെ ഒരു അനുഭവമായിരുന്നു. ഇവിടെ കിടക്കുന്ന ആളുകൾക്ക് ഫുഡും അക്കോമഡേഷൻ ഫ്രീ ആണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ നിൽക്കുവാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നടുവേദന, പെടൽ വേദന, മുട്ടുവേദന അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, പിന്നെ ഈ ബെൽറ്റ് ഇട്ട് വരുന്നവർ, കഴുത്തിൽ കോളർ ഇട്ട് വരുന്നവർ, അവർക്കൊക്കെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതും അവരുടെ ചികിത്സയും അവരോടുള്ള അഭിപ്രായമൊക്കെ നമുക്കൊന്ന് ചോദിക്കാം. ഡോക്ടറെ ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഡോക്ടറെ പരിചയപ്പെടാം. ഡോക്ടർ നമസ്കാരം. പേര്? നമ്മളിവിടെ എന്തൊക്കെ ചികിത്സ ചെയ്യുന്ന? നമ്മളിവിടെ വെരിക്കോസിറ്റീസ്, പിന്നെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അങ്ങനെ ഓസ്റ്റിയോആർത്രൈറ്റിസ്, ലോ ബാക്ക് സ്ട്രെയിൻ അങ്ങനെയൊക്കെ വരുമ്പം അവിടെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് മെഡിക്കേഷൻസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. ആവശ്യമുള്ളവർക്ക് ട്രീറ്റ്മെൻറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ സാറിനെ പരിചയപ്പെടാം. സാറേ നമസ്കാരം. നമസ്കാരം. പേര് സന്ദീപ്. സ്ഥാപനത്തിന്റെ പേര് ഹിമാലയ ആയുർവേദിക് റിട്രീറ്റ് സെന്റർ. ഇവിടെ എന്തൊക്കെ രീതിയിലുള്ള ചികിത്സ? ഇത് ഇവിടെ എല്ലാം ഉണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾക്ക് ആയുർവേദമുണ്ട്, പ്ലസ് നമുക്ക് രോഗശാന്തി, അതായത് നമുക്ക് നട്ടല് സംബന്ധമായിട്ട് എന്ത് അസുഖം വന്നാലും, അതുപോലെ കഴുത്തിന് വേദന, മുട്ടിന് വേദന, കാലിന് വേദന, എന്ത് വന്നാലും ഇത് ചികിത്സയുണ്ട്, റെഡിയാക്കും. പിന്നെ പ്രധാനമായിട്ടും നമുക്ക് വേറൊരു ചികിത്സയും കൂടി ഇവിടെ ഉണ്ട്. അത് നമ്മുടെ ഈ വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാൽ, അപ്പോൾ അതിന് ഇവിടെ ഒരു ചികിത്സയുണ്ട്. ഓപ്പറേഷൻ ഒന്നുമില്ല, ഓപ്പറേഷൻ ഇല്ലാതെ പ്രത്യേക രീതിയിലുള്ള. പിന്നെ ഇവിടെ കിടക്കുന്നവർക്ക് എന്തൊരു പ്രത്യേകത ഉണ്ടല്ലോ. ഇവിടെ കിടക്കുന്ന ആളുകൾക്ക് ഫുഡും അക്കോമഡേഷൻ ഫ്രീ ആണ്. അതുപോലെ ചികിത്സയ്ക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ പണം. അതെ, അത് പിന്നെ വാങ്ങിക്കണം തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് എല്ലാ ആളുകൾക്കും ഇവിടെ ആർക്ക് വേണേലും എത്തിപ്പെട്ടാൽ അവർ രക്ഷപ്പെടും. ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് പെരുന്ന NSS കോളേജിന്റെ അടുത്ത് തന്നെയാണ്. ഒരാളെ പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്താ പേര്? എൻ്റെ പേര് സുബിൻ. എവിടെന്നാ വരുന്ന? കണ്ണൂർ ഇരിട്ടി. കണ്ണൂരിൽ നിന്നാണ് ഇവിടെ എത്തിയത്? അതെ അതെ. എന്ത് പറ്റിയതാ? എനിക്ക് നടുവിന് നട്ടലിന് വേദന ഉണ്ടായിരുന്നു, നല്ല കലശലായ വേദന ഉണ്ടായിരുന്നു. വന്നു, ആദ്യത്തെ വരവിന് തന്നെ വെറും ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഒറ്റ വരവിന് തന്നെ റെഡിയായി. പിന്നെ ഞാൻ തന്നെ കുറെ പേരെ പറഞ്ഞു വിട്ടു ഇങ്ങോട്ടേക്ക്. അദ്ദേഹം തന്നെ വേറൊരാൾ പറഞ്ഞിട്ടാണ് വന്നല്ലേ? ഇതാണ് ചോദിക്കാം. എന്താ പേര്? ഇത് സിബിയാണ്, കോഴിക്കോട് കുറ്റ്യാടി എന്ന സ്ഥലത്താണ്. എന്ത് പറ്റിയതാ? നടുവിന് വേദനയായിട്ടാണ് വന്നത്. ഡിസ്ക് ബൾജായിരുന്നു. അത് എത്ര നാൾ മുമ്പ്? ഒരു 4 വർഷത്തിന് മുമ്പായിരുന്നു. 4 വർഷത്തിന് മുമ്പ്. അത് കഴിഞ്ഞ് ഒരുപാട് പേരെ ഇങ്ങോട്ട് കൊണ്ടുവരും ചെയ്തു. കാരണം പല സ്ഥലത്ത് പോയിട്ട് റിസൾട്ട് കിട്ടാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. നമ്മൾ തന്നെ പല സ്ഥലത്ത് പോയിട്ട് ശരിയാകൊണ്ടാണ് ലാസ്റ്റ് ഇവിടെ വന്നത്. ഇവിടെ വന്ന് ഒരു 3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളെല്ലാ കാര്യങ്ങളും ഓക്കെ ആയി. വേദനകളെല്ലാം മാറി, ഒരു കുഴപ്പമില്ലായി. എന്താ ജോലി? എനിക്ക് കച്ചവടമാണ്, പച്ചക്കറി പലചരക്ക് കച്ചവടമാണ്. അങ്ങനെ 50 കിലോ ചാക്ക്, 60 കിലോ ചാക്ക്, അരിച്ചാക്ക് സ്വന്തമായിട്ട് എടുക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തിട്ടാണ് എനിക്ക് വേദന വന്നത്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ഹാപ്പിയാണ്. ഒരു അമ്മയെ പരിചയപ്പെടാം. അമ്മ നമസ്കാരം. പേര് ഓമന. വീട് ഇവിടെ തന്നെയാണോ? വീട് വാഴൂരാണ്. വാഴൂര. എന്തായിട്ട് ഇവിടെ വന്നത്? ഞാനിവിടെ ഒരു വശം മൊത്തം വേദനയായിട്ടാണ് വന്നത്. ശരീരം മരപ്പും ഭയങ്കര വേദനയായിരുന്നു. ഒരുപാട് ആശുപത്രിയിൽ പോയി, എല്ലായിടത്തും പോയിട്ട് എനിക്ക് മാറിയില്ല. എത്ര വർഷമായി? ഇതിപ്പോ വർഷം ഒരു 10-30 വർഷം, 30 വർഷത്തോളമായി വേദന. ഒത്തിരി ആയി. ഇതിങ്ങനെ കൂടി വരികയായിരുന്നു. തന്നെ ഇപ്പം എനിക്ക് തളർന്നു പോകുന്ന പോലെ എൻ്റെ മരപ്പ് ഭയങ്കര തലയ്ക്ക് തൊട്ട് മരപ്പായിരുന്നു, നീരും വെക്കുമായിരുന്നു ഇടയ്ക്ക്. അങ്ങനെ ഇതറിഞ്ഞത് ഇവിടെ വന്നു കഴിഞ്ഞാൽ സാറിനെ കണ്ടു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് എനിക്കത് അന്നേരം തന്നെ വിടുതലായിരുന്നു. റെഡിയായെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ എന്തോ എന്നെ എടുത്തു മാറ്റിയ പോലെ ഒരു അനുഭവമായിരുന്നു. നേരത്തെ ഭക്ഷണം കഴിക്കാൻ വരെ പാടായിരുന്നല്ലേ? ഭക്ഷണം പോലെ എനിക്ക് വേണ്ട, ഒരു ഭക്ഷണവും വേണ്ട. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ നല്ല രീതി ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട്. നല്ല ഹാപ്പിയായി, സന്തോഷമുണ്ട്. നല്ല ആംബുലൻസിൽ കിടത്തിക്കൊണ്ട് വന്ന ഒരു അമ്മയാണ്. ഈ അമ്മ എത്ര വർഷമായിട്ട് കിടക്കുമായിരുന്നു? ഒരു 1.5 വർഷമേളായി. 1.5 വർഷമായിട്ട് കിടപ്പായിരുന്നു. ആ അമ്മയാണ് ഇപ്പൊ ഇവിടെ വന്ന് വീൽ ചെയറിൽ ഇരുന്ന് ഡോക്ടറോട് കാര്യങ്ങൾ പറയുന്നത്. ഇതെല്ലാം മക്കളല്ലേ? നിങ്ങള് മക്കളാണ്. ഇപ്പൊ സന്തോഷമായല്ലേ? സന്തോഷമായി. നമ്മളിത് കേട്ടിട്ടുണ്ട് സാർ, ഇവിടെ ആംബുലൻസ് വന്ന് റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ കാഴ്ചയായിട്ട് കണ്ട് അമ്മ എന്ന് വെച്ചാൽ 1.5 വർഷമായിട്ട് കിടപ്പിലായിരുന്നു. അവര് മക്കളൊക്കെ തന്നെ പറഞ്ഞു 1.5 വർഷമായിട്ട് കിടപ്പായിരുന്നു. ഇപ്പൊ അവര് നേരെ ഇരുന്നു അല്ലേ? അതെ, തീർച്ചയായിട്ടും ഇരിക്കില്ലെന്ന് പറഞ്ഞു. ബെൽറ്റ് ഊരി കണ്ടാണ് വീഡിയോ കണ്ടുകൊണ്ട് വന്ന് വീൽ ചെയറിലാക്കി. ഇപ്പൊ ഇനിയിപ്പോ വീൽ ചെയറിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നടക്കും. അത് നമുക്ക് കുറച്ചാൾ കഴിയുമ്പോൾ വീഡിയോ കാണാം. വോക്കർ നടക്കും. വോക്കർ കഴിഞ്ഞാൽ അവരെ പിന്നെ നടക്കാൻ തുടങ്ങും. ആ അമ്മ നടന്നു വന്ന് നമ്മളോട് റിവ്യൂ പറയും. തീർച്ചയായിട്ടും. എന്താ പേര്? എന്റെ പേര് സജിത്ത്. എന്തിനാ ഇവിടെ വന്നത്? അമ്മയുടെ നടുവിന് വേദനയായിട്ട് വന്നതാ. അമ്മ എങ്ങനെയാ വന്നത് ഇവിടെ? അമ്മയെ കാറിനെ കൊണ്ടുവന്നത്, എന്നാലും നടക്കാൻ പറ്റത്തില്ലായിരുന്നു. ബെൽറ്റ് ഇട്ടാ കൊണ്ടുവന്നത്. ബെൽറ്റ് ഇട്ട് എന്ത് ചെയ്തമ്മേ? ബെൽറ്റ് ഊരി കളഞ്ഞു. അപ്പൊ തന്നെ ഊരി. എന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എല്ലാം റെഡിയായി. പിന്നെ കൈക്ക് എന്തോ വേദന ഉണ്ട്? കൈ പൊങ്ങത്തില്ല. ഇപ്പോഴും കുഴപ്പമില്ല. കാണിച്ചേ. ഒരു കുഴപ്പമില്ല. വേദനയൊക്കെ മാറി അല്ലേ? എല്ലാം റെഡിയായി. ഇപ്പം കുഴപ്പമൊന്നുമില്ല. ഇപ്പം അങ്ങനെ നാളെ കൂടെ കഴിഞ്ഞ് ഞങ്ങൾക്ക് പോവാം. നാളത്തെ തിരുമോടെ കഴിയുമ്പോൾ ഞങ്ങൾ സീതത്തോടെ. ഓക്കെ.
ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് പെരുന്ന NSS കോളേജിന്റെ അടുത്ത് തന്നെയാണ്. അവിടെ ആരോട് ചോദിച്ചാലും അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിനകത്ത് നമ്പറുണ്ട്, വിളിച്ചാൽ മതി. എല്ലാവർക്കും വിളിക്കാനുള്ള നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. വിളിച്ചിട്ട് ബുക്ക് ചെയ്ത് പോരാ. ഓക്കെ സാർ, ഓക്കെ.